എല്ലാവർക്കും നമസ്കാരം. കോൺസ്റ്റിറ്റ്യൂഷന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് പുതിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടുന്ന ന്യൂ SSC/RTയിലെ ലെസൺസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ 3 ലെസൺ ഒക്കെ നമ്മളിവിടെ കഴിഞ്ഞതാണ് കേട്ടോ. ഈ ഒന്ന് ഫസ്റ്റത്തെ 2 കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞതാണ്. നമുക്ക് ഈ 2 ലെസൺ ഈ ഇടയിൽ എടുക്കേണ്ടത് എടുത്തുതരാം. അതേപോലെ ഇന്ന് എടുക്കുന്നത് ജനങ്ങൾ ജനങ്ങളാൽ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ജനാധിപത്യം അല്ലേ? എന്താ ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾ പറയും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയാണ് അല്ലെ, ഒരു ഡെമോക്രസി കൺട്രിയാണ് അല്ലെ, ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ജനാധിപത്യം? നമ്മൾ ജനങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് അല്ലെ. ജനങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരൊക്കെ അതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മുനിസിപ്പാലിറ്റി ഏതാണ്, കോർപ്പറേഷൻ ഏതാണെന്നൊക്കെ. ഓക്കെ, ഇനി ഏതൻസിലും ഇംഗ്ലണ്ടിലും ജനാധിപത്യം ഉത്ഭവിച്ചതായിട്ട് നമുക്കറിയാം. നമ്മളെപ്പോഴും ജനാധിപത്യത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീസിനെ കുറിച്ചിട്ടും ഏതൻസിനെ കുറിച്ചിട്ടൊക്കെ വായിക്കാറുണ്ട് അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ്? ഏതൻസിലാണ്. എവിടെയാണ്? ഏതൻസ്. ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഇന്ന് കാണുന്ന നമ്മുടെ ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ്? UK നിന്നാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. മനസ്സിലായോ? തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ, അങ്ങനെയാണ് അവിടെ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് കേട്ടോ. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ്. എന്തൊക്കെയാണ് ഗ്രാമസഭ, വാർഡ് സഭകളിൽ ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇതൊരു ചോദ്യമാണ് കേട്ടോ. വോട്ടർ പട്ടിക, അതായത് ഗ്രാമസഭയിൽ അംഗമാകണമെങ്കിൽ 18 വയസ്സ് കഴിയണം, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ പഠിക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ 18 വയസ്സ് അല്ലെ, 18 വയസ്സ് കഴിയണം. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്തം അല്ലെ. അപ്പൊ നമ്മൾ അതിൽ പങ്കാളിത്തം ഉണ്ട്. നമ്മൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഇനി നോക്കാം ഗ്രാമസഭയെ കുറിച്ചിട്ട് എന്തൊക്കെയാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 243 ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഗ്രാമസഭയെ കുറിച്ചിട്ട് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് പറയുന്നു. ഗ്രാമങ്ങളിൽ ഗ്രാമസഭ എന്നും നഗരങ്ങളിൽ എന്താണ് അറിയപ്പെടുന്നത്? നഗരസഭ എന്നല്ല. നഗരസഭയായ അത് വേറൊരു ഇതിലേക്ക് മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വാർഡ് സഭയാണ്. നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ് അല്ലെ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടി സംസാരിക്കുക അല്ലെ. നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതായത് നിയമസഭാ പ്രതിനിധി MLA എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അല്ലെ. നമ്മൾ ഓരോ നിയോജക മണ്ഡലത്തിലെയും നമ്മൾ ഓരോരുത്തരും ഓരോ നിയോജക മണ്ഡലത്തിലെയും വ്യക്തികളാണ് അല്ലെ. നമ്മൾ ഒരു MLA എന്ത് ചെയ്യും? ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുത്ത് അയക്കും. മെയ് 4-ന് അവര് അധികാരത്തിൽ വരും. റിസൾട്ട് അറിയുന്ന സമയത്ത് അറിയാം നമ്മൾ ആരാണ് വന്നത് എന്നൊക്കെ നമുക്കറിയാം.
അപ്പൊ നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നത്? MLA ആണ്. അപ്പൊ നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? MLA ആണ്. നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി MLA ആരാണ്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ടിട്ടതാണ്. നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം പറയും. നമ്മൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അതാകുന്നതാണ് ഏത്? പ്രത്യക്ഷം അല്ലെങ്കിൽ പങ്കാളിത്തം. ഇത് പരോക്ഷം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം പറയുമ്പോൾ നമ്മൾ അതിലല്ല, നമ്മൾ പരോക്ഷമായിട്ടാണ് അല്ലെ. ഇപ്പോ നമ്മൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ വാർഡുകൾ, പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോ വാർഡ് മെമ്പർമാരെ നമ്മൾ തെരഞ്ഞെടുത്തു അല്ലെ. നമ്മുടെ വാർഡിൽ ആരായിരിക്കണം മെമ്പർ എന്ന് തെരഞ്ഞെടുത്തു. അതാരാ? നമ്മളാണ് തെരഞ്ഞെടുത്തത്. അതെന്താണ്? പങ്കാളിത്തമാണ് അല്ലെ. നമ്മൾ അതിൽ പങ്കാളിയായി. പങ്കാളിത്തം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യമാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. അതിൽ നമ്മൾ മറ്റേ പങ്കാളികളായിട്ടുണ്ടോ? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? അത് പരോക്ഷമാണ്. അത് പരോക്ഷ അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. മനസ്സിലായോ? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അപ്പൊ നമുക്ക് രണ്ടും കൂടി നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കാം. ജനസംഖ്യ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നതാണ് ഏത്? ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പരോക്ഷ ജനാധിപത്യമാണ്. ജനസംഖ്യ കൂടിയതാണ് കേട്ടോ നമ്മുടെ രാജ്യം, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പരോക്ഷ ജനാധിപത്യങ്ങളാണ്. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നു. കൂടുതൽ സുതാര്യമാണ്. ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമാകുന്നത്. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തില് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. നിയമങ്ങളും നയങ്ങളും മറ്റ് സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പൗരർ നേരിട്ട് ഇടപെടുന്നില്ല. നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ഭൂവിസ്തൃത കൂടിയ രാജ്യങ്ങളിലാണ് പരോക്ഷ ജനാധിപത്യം പ്രായോഗികമാകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ ഏതാണ്? സൗദി അറേബ്യയിലൊക്കെ നമുക്കറിയാം രാജാവാണ് അല്ലെ അധികാരം. അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ ഭരണം അല്ല. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. എന്താ സ്വിറ്റ്സർലൻഡ്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം പറയുമ്പോ ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് നടക്കുള്ളൂ. പ്രത്യക്ഷ ജനാധിപത്യം നടക്കുള്ളൂ അല്ലെ. അപ്പൊ അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം നടക്കുള്ളൂ. അപ്പൊ അതൊക്കെ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ ഉദാഹരണമാണ്. ഇനി നോക്കിക്കേ, പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വ, ന്യൂസിലാൻഡ്, ലിച്ചൻസ്റ്റൈൻ. കാരണം എന്താണ്? ജനസംഖ്യ കുറഞ്ഞ വിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യക്ഷ ജനാധിപത്യ രാജ്യമാണ്. സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വ, ന്യൂസിലാൻഡ്, ലിച്ചൻസ്റ്റൈൻ. ഇനി പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾക്കാണ് ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, UK, ഓസ്ട്രേലിയ. ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പാണ്. ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാക്കി. ഇപ്പൊ നിയമസഭയിൽ നമുക്കറിയാം പിണറായി ഗവൺമെന്റ് ആണ് അല്ലെ, കഴിയൂല്ലേ അവരുടെ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആരായിരുന്നു? UDF ഗവൺമെന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ പ്രതിപക്ഷത്ത് അവിടെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതെല്ലാം ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകളാണ്. ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം. ഒന്ന്, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെ? പ്രതിപക്ഷത്തിലൂടെ അല്ലെ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട്. അതുപോലെ സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തത്? എന്തുകൊണ്ടാ? ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സാണ്. ആകാത്തത് കൊണ്ടാണ് അത് കിട്ടാതിരുന്നത്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. എന്നാൽ അത് പിന്നീട്
18 വയസ്സായിട്ട് 89 വരെ 21 വയസ്സായ വ്യക്തിക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എന്തായി 89 ശേഷം 18 വയസ്സായി. അതേപോലെ ആദ്യ കാലത്തൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീകൾക്ക് അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിക്കേ, എന്തൊക്കെയാണ് ഒരു സ്കൂളില് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഇലക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. അതായത് നമ്മുടെ ഒരു ഇലക്ഷന്റെ രീതി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തണം, എന്നിട്ട് പിൻവലിക്കുക, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, വോട്ടെടുപ്പ് നടത്തണം, വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും. സ്കൂൾ പാർലമെന്റിന്റെ ആദ്യ യോഗം ഇതൊക്കെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കിക്കേ. ഇത് നല്ലൊരു ചോദ്യമാണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒരു രാജ്യത്ത് ഇനിയിപ്പോ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കണം, അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുക? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഉദ്യോഗസ്ഥരെ നിയമിക്കണം അല്ലെ? നിയമിച്ചിട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, ആ പത്രികയെ സൂക്ഷ്മമായി പരിശോധിക്കണം, എന്നിട്ട് പിൻവലിക്കാനുണ്ടെങ്കിൽ പിൻവലിക്കണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം, വോട്ടെടുപ്പ് നടത്തണം, വോട്ടെടുപ്പിലും ഫല പ്രഖ്യാപനവും. ഇനി തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. നമ്മൾ ഓരോരുത്തരെ എന്ത് ചെയ്യുന്നുണ്ട്? നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അല്ലെ? ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് എപ്പോഴാണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. ഇനി വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാകുന്നത് എപ്പോഴാണ്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കുന്നത്. ഇനി ജനാധിപത്യം പൊതുയിടങ്ങളിൽ പാലിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സ്കൂളിൽ പഠിച്ചു അല്ലെ, വിദ്യാലയങ്ങളിൽ പഠിച്ചു, കുടുംബങ്ങളിൽ എങ്ങനെയാണ് പഠിച്ചു. ഇനി പൊതുയിടങ്ങളിൽ എങ്ങനെയാ? പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കണം, പൊതു നിയമങ്ങൾ അനുസരിക്കണം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലെസൺ ആണ്. ആ ലെസണും അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഓരോ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ വലതുവശത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു റിക്വസ്റ്റ് ആണ്. അതേപോലെ താഴെ കമന്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വിമർശനങ്ങളും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുക, ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ SCRTയും ഇംഗ്ലീഷും മലയാളവും നല്ല രീതിയിൽ എടുത്തു വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓരോ ഉദ്യോഗാർത്ഥികളോടൊപ്പം എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും. അതുപോലെ നിങ്ങളും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ നിർത്തുന്നു. താങ്ക് യു.